ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കൊച്ചിക്കോയ റെസിപ്പിയുമായിട്ടാണ്. കൊച്ചിക്കോയ എന്ന് പറഞ്ഞാൽ കൊടുവള്ളിക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കൊച്ചിക്കോയ. അത് നാടൻ പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങയാണ്. തേങ്ങ എന്ത് ചെയ്യാം, മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം അത് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ആ തേങ്ങയുടെ ഒന്നാം പാലാണ് എടുക്കേണ്ടത്. ആ തേങ്ങയുടെ ഒന്നാം പാൽ ഒരു 2 കപ്പോളം പാലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഫ്രഷ് തേങ്ങാപ്പാൽ എന്ത് ചെയ്യുക, നമുക്ക് ഈ കൊച്ചിക്കോയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ശേഷം എന്ത് ചെയ്യുക, ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളെ ചെറുപ്പഴം എന്ത് ചെയ്യുക, തോലി പൊളിച്ചിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഫുൾ ചെറുനാരങ്ങ നീര് കുരു പോക്കിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഈ പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ ഈ പഴത്തിൻ്റെ കളറും മാറൂല, അതുപോലെ ഈ പഴത്തിനൊരു സ്പെഷ്യൽ ടേസ്റ്റ്, ഒരു ഫ്ലേവർ കൊണ്ട് തരുന്നതാണ് ചെറുനാരങ്ങ നീര്. അതിനുശേഷമാണ് നമ്മൾ ഇഞ്ചി നീര് ഒഴിക്കേണ്ടത്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൊച്ചിക്കോയക്ക്. അപ്പോൾ ആ ഇഞ്ചി നീര് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൽ കുറച്ച് വെള്ളം പാർന്ന് കുറച്ച് മുമ്പ് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം പാർന്നിട്ട് വെക്കാവുന്നതാണ്. അങ്ങനെ വെച്ചിട്ട് ഇഞ്ചി നീര് കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഫ്രഷ് മിൽക്ക് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള പശുവിൻ പാല് ഒരു ഗ്ലാസ്സോളം നമുക്ക് എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കുക. എല്ലാം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഗ്ലാസ്സോളം ഞാൻ ഫ്രഷ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാപ്പാൽ. ഈ പശുവിൻ പാലിനെക്കാട്ടും കുറച്ചുകൂടി മുൻപന്തിയിൽ നിൽക്കേണ്ടതാണ് തേങ്ങാപ്പാൽ. അപ്പോൾ പശുവിൻ പാലിൻ്റെ കുറച്ച് ഇരട്ടിയായിട്ട് തേങ്ങാപ്പാൽ എടുക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അതിനുശേഷം ചെറിയുള്ളിയും ഈ പഴത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. അപ്പം ചെറിയുള്ളി എന്ത് ചെയ്യുക, ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ പഴത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മധുരം വേണമല്ലോ നമുക്ക്. മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ലപോലെ മധുരം ഇടുക. മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം നിങ്ങൾ ഇടാവുന്നതാണ്. അങ്ങനെ ആ മധുരം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കടേക്കോൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ കടേക്കോൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ അതിനോടാണ് മിക്സ് ചെയ്യുന്നത് നല്ലത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കയ്യിലോട് മിക്സ് ചെയ്ത് അതിന് ശേഷം ഞാനൊന്ന് മിക്സിയിലിട്ട് കറക്കിയതാണ്. നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള നല്ല നാടൻ രീതിയിലാക്കണമെങ്കിൽ കടേക്കോൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായിട്ടാണ്. അപ്പോൾ നമ്മൾ കൊച്ചിക്കോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പൊരി അവിലോ അല്ലെങ്കിൽ വറുത്ത അവിലോ എന്തെങ്കിലും അതിന് കൂട്ടി കഴിക്കണം. അതാണ് ഈ കൊച്ചിക്കോയ കഴിക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് കൊച്ചിക്കോയ ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് അവിലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ കൊടുവള്ളിക്കാരുടെ കൊച്ചിക്കോയ. നിങ്ങൾക്ക്